നമസ്കാരം. കൊലപാതകങ്ങളൊക്കെ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. ആരെന്നോ എന്തെന്നോ എപ്പോഴെന്നോ പോലും മനസ്സിലാക്കാനാകാത്ത വിധം അപ്രതീക്ഷിതമായൊന്ന്. എന്നാൽ താൻ കൊല്ലപ്പെടുമെന്നൊരാൾ പുറം ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് പോലും ആരും കേൾക്കാതെ വരുന്ന ഒരവസ്ഥ, അധികാരികൾ പോലും കണ്ണടയ്ക്കുന്ന ഒരവസ്ഥ. ഒടുക്കം അയാൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് വെറുതെ പറയുന്നതല്ല, ഒരു മനുഷ്യന്റെ യഥാർത്ഥ അനുഭവങ്ങളാണ്. അതിലേക്കാണ് 20th അവർ ആദ്യം പോകുന്നത്. സ്വാഗതം നിഗൂഢതകളുടെ 20ാം മണിക്കൂറിലേക്ക്. ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത് വലിയൊരു അനാസ്ഥയുടെ വാർത്തയാണ്. തന്റെ ജീവൻ അപകടമുണ്ടെന്നൊരു യുവാവ് പോലീസിന് പരാതി നൽകിയിട്ടും അയാൾക്ക് യാതൊരു സംരക്ഷണം നൽകാനോ കുറ്റാരോപിതരെ പിടികൂടാനോ പോലീസ് തയ്യാറായില്ല. ഒടുക്കം പുറത്തു വന്നതാകട്ടെ ആ യുവാവിന്റെ മരണവാർത്തയും. ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിൽ ഒരു യുവാവിന്റെ മരണം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. സച്ചിദാനന്ദ് മിശ്ര എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ താൻ കൊല്ലപ്പെടുമെന്ന യുവാവ് നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഈ വാർത്തയിലേക്ക് വിശദമായി പോകും മുൻപ് ആ യുവാവ് അവസാനമായി ചിത്രീകരിച്ച ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. सच्चिदानंद मिश्रा पुत्र श्री रामचरण मिश्रा, निवासी ग्राम गोबरा, थाना चंदौक, तहसील केराकत, जिला जौनपुर का निवासी हूँ। और मेरे ही गांव के एक दबंग व्यक्ति जिनका नाम विष्णु कुमार मिश्रा है, सूर्यकांत मिश्रा है, आदि लोगों के द्वारा मुझे जान से मारने की धमकी दी गई है और मेरा घर फूंकने के लिए कहा गया है। मेरे परिवार को, पिताजी को जान से मारने के लिए, माताजी को जान से मारने के लिए कहा गया है और मुझे अभद्र गालियाँ दी गई हैं, जिससे कि मेरी जान को खतरा है। वो लोग मुझे मारने के लिए ढूंढते हैं गांव में और मैं कहीं निकल नहीं पा रहा हूँ, जा नहीं पा रहा हूँ। तो मेरी जान को खतरा है। प्रशासन से और आप सभी लोगों से मेरा यही निवेदन है कि मामले को संज्ञान लेने की कृपा करें। सादर प्रणाम. ഇതാണ് മരണപ്പെട്ട സച്ചിദാനന്ദ് അവസാനമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ. ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജോൺപൂർ ജില്ലയിൽ താമസിക്കുന്ന രാംചരണിന്റെ മകനായ സച്ചിദാനന്ദ് മിശ്ര എന്ന തന്റെ ജീവന് ഭീഷണിയുണ്ട്. വൈകാതെ തന്നെ താൻ കൊല്ലപ്പെടാൻ സാധ്യതയുമുണ്ട്. തന്റെ ഗ്രാമവാസിയായ വിഷ്ണു മിശ്രയും അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളുമാണ് ദീർഘകാലമായി എന്നോട് ശത്രുത വച്ചു പുലർത്തുന്നത്. ഇവർ തന്നെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും തനിക്ക് സംരക്ഷണം ആവശ്യമുണ്ട്. താൻ കൊല്ലപ്പെടുമെന്ന് ഒരു യുവാവ് നേരത്തെ തന്നെ പോലീസിനെ അറിയിക്കുന്നു. അതിനുള്ള കാരണവും അയാൾ ആ പരാതിയിൽ വ്യക്തമാക്കുന്നു. എന്നിട്ട് പോലും കൃത്യമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകാതിരുന്നത് ഒടുക്കം ചെന്നെത്തിയത് ആ യുവാവിന്റെ മരണത്തിലേക്കാണ്. മരിക്കുന്നതിന് 3 ദിവസം മുൻപായിരുന്നു സച്ചിദാനന്ദ് പോലീസിൽ ഇത്തരമൊരു പരാതി നൽകുന്നത്. ഞായറാഴ്ച രാത്രിയോടെ സച്ചിദാനന്ദ് കൊല്ലപ്പെടുകയും ചെയ്തു. സച്ചിദാനന്ദ് കൊല്ലപ്പെടുന്ന ദിവസം അയാളെ ആരോ സമീപത്തെ ഗോബ്ര ഗ്രാമത്തിലെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ അതിനകം തന്നെ തമ്പടിച്ചിരുന്ന ചില ആളുകൾ സച്ചിദാനന്ദിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു. ആ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റാണ് സച്ചിദാനന്ദ് മരിക്കുന്നത്. ഇത് പോലീസിനോടുള്ള സച്ചിദാനന്ദിന്റെ പിതാവിന്റെ വെളിപ്പെടുത്തലാണ്. സച്ചിദാനന്ദ് നൽകിയ പരാതി പോലീസ് ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ തന്റെ മകൻ മരിക്കില്ലായിരുന്നു എന്നാണ് ആ പിതാവും വ്യക്തമാക്കുന്നത്. സച്ചിദാനന്ദ് മിശ്ര കൊല്ലപ്പെട്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചതായാണ് SP आयुष श्रीवास्तव व्यक्तमाकिയിരിക്കുന്നത്. कल रात्रि थाना क्षेत्र चंदवक के अंतर्गत एक व्यक्ति सच्चिदानंद मिश्रा की हत्या की जाने की सूचना प्राप्त हुई। तत्काल पुलिस द्वारा मौके पर जाके शव को कब्जे में कर पोस्टमार्टम हेतु भेजा गया। परिजनों की लिखित तहरीर के आधार पर सुसंगत धाराओं में एक मुकदमा पंजीकृत किया गया।
जांच में ये सामने आया कि विष्णु मिश्रा को अपनी पत्नी के अवैध संबंध की शक में उसने सच्चिदानंद मिश्रा के सर पे लाठी से प्रहार किया, जिससे उसकी मृत्यु हो गई। इस संदर्भ में पुलिस द्वारा 2 नामजद अभियुक्तों को गिरफ्तार कर जेल भेजा जा रहा है। अग्रिम विधिक कार्रवाई प्रचलित है। സംഭവത്തിൽ 2 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മരിച്ചയാളും പ്രതിയുടെ ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി പ്രധാന പ്രതിയായ വിഷ്ണു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംശയം കാരണം ഭാരമേറിയ ഒരു വസ്തു കൊണ്ട് സച്ചിദാനന്ദിന്റെ തലയിലടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പ്രതി വെളിപ്പെടുത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ രക്ഷിക്കാമായിരുന്നു ഒരു ജീവൻ. ഇപ്പോഴിതാ അതേ വ്യക്തിയുടെ മരണകാരണം പോലീസ് അന്വേഷിക്കുന്നു. എത്രത്തോളം അനാസ്ഥയാണ് ചിലയിടങ്ങളിൽ പോലീസിന് സംഭവിക്കുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സച്ചിദാനന്ദന്റെ മരണം. സീതാപൂരിൽ അജ്ഞാത വാഹനമിടിച്ച് 3 പേർ മരണപ്പെട്ടിരിക്കുന്നു. ആരായിരുന്നു ആ വാഹനം ഓടിച്ചിരുന്നത്? എന്തായിരുന്നു ആ അപകടത്തിന് പിന്നിലെ ഉദ്ദേശം? ആ അപകടം ആസൂത്രിതമോ അതോ അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരു വാഹനാപകടമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയാണ് ഈ അപകടം. ഉത്തർപ്രദേശിലെ സീതാപൂരിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. രാംപൂർ മധുര പ്രദേശത്തെ ബസുര ഗ്രാമത്തിലായിരുന്നു ബന്ധുക്കളായ ഗോലു, കുൽദീപ്, സുജിത് എന്നിവർ താമസിച്ചിരുന്നത്. അപകടം നടന്ന അന്നേ ദിവസം ഇവർ 3 പേരും ചേർന്ന് ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് പോവുകയായിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിലായിരുന്നു ഇവർ 3 പേരും യാത്ര ചെയ്തിരുന്നത്. യാത്രക്കിടയിൽ പെട്ടെന്നായിരുന്നു ഒരു അജ്ഞാത വാഹനം അവരുടെ മോട്ടോർ സൈക്കിളിന് പിന്നിലിടിക്കുന്നത്. ആ ഇടിയുടെ ആഘാതത്തിൽ അവർ 3 പേരും മോട്ടോർ സൈക്കിളിൽ നിന്ന് തെറിച്ചു വീണു. 3 പേരുടെയും തലയ്ക്കും മുഖത്തിനുമടക്കം ഗുരുതരമായി പരിക്കേറ്റു. അവരെ ഇടിച്ച അജ്ഞാത വാഹനമാകട്ടെ നിർത്താതെ പോവുകയും ചെയ്തു. അപകടത്തിന്റെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി 3 പേരെയും രാംപൂർ മധുരയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് എത്തിച്ചെങ്കിലും അല്പസമയം കൊണ്ട് തന്നെ അവർ 3 പേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. രാംപൂർ മധുര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാമു കനോജിയ ഈ അപകടവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. रात करीब 8:30 बजे 3 लड़के मोटरसाइकिल पर सवार एक बारात में ग्राम विशेषर थाना रामपुर मथुरा जा रहे थे। गांव के पहले ही महमूदाबाद रामपुर मथुरा मुख्य मार्ग पर एक ट्रैक्टर ट्राली से टकरा जाने के कारण तीनों गंभीर रूप से घायल हो गए। तीनों को गंभीर घायल अवस्था में सीएचसी रामपुर मथुरा तत्काल भेजा गया, जहां डॉक्टरों द्वारा उन्हें मृत्यु घोषित कर दिया गया है। ट्रैक्टर ट्राली कब्जा पुलिस में ले लिया गया है और तहरीर लेकर आवश्यक विधिक कार्रवाई की जा रही है। कानून व्यवस्था की कोई समस्या नहीं है। പൊതുവെ വാഹനാപകടങ്ങളൊക്കെ സംഭവിച്ചാൽ ഇടിച്ച വാഹനം നിർത്തി അപകടം പറ്റിയവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാറാണ് പതിവ്. വളരെ ചില കേസുകളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാതെ വരാറുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. അജ്ഞാത വാഹനം എന്തുകൊണ്ട് നിർത്താതെ പോയി എന്ന ചോദ്യമാണ് ഇവിടെ സ്വാഭാവികമായൊരു വാഹനാപകടമാണോ എന്ന സംശയം വർദ്ധിപ്പിക്കുന്നത്. മരണപ്പെട്ട 3 പേർക്കും എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നതടക്കം ഇനി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. നിലവിൽ 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ അജ്ഞാത വാഹനം കണ്ടെത്താനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. ഇതിനായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
വയസ്സുകാരനെ അവന്റെ രണ്ടാനമ്മയും പിതാവും ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു. അവർ എന്തിനാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന പോലീസിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ലക്നൌവിലെ ചെറിയൊരു ഗ്രാമമായ ചൌക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. 4 വയസ്സുകാരനായ അർണവ് തന്റെ പിതാവ് ഭീഷ്മ ഗർഭന്തയ്ക്കും രണ്ടാനമ്മ രാഗിണി ഗർഭന്തയ്ക്കും ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. പല കുട്ടികളുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടതുപോലെ കേട്ടതുപോലെ തന്നെ ദുരിതപൂർണമായിരുന്നു രണ്ടാനമ്മയ്ക്കൊപ്പമുള്ള അർണവിന്റെ ജീവിതവും. അവർ അവനെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. ആ 4 വയസ്സുകാരനെ മർദ്ദിക്കാനായി രണ്ടാനമ്മയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകട്ടെ അവന്റെ സ്വന്തം പിതാവും. ഇരുവരുടെയും നിരന്തരമായ മർദ്ദനത്തെ തുടർന്ന് ഒടുക്കം അർണവിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അവന്റെ മരണം പുറം ലോകം അറിയുന്നത് ഇങ്ങനെയാണ്. മാർച്ച് 12-ന് അർണവിന്റെ മുത്തശ്ശിയായ സുധാ കശ്യപിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അർണവിന്റെ പിതാവായ ഭീഷ്മയായിരുന്നു. ഭീഷ്മ ഫോൺ കോളിൽ പറഞ്ഞതാകട്ടെ അവരുടെ കൊച്ചുമകനായ അർണവ് മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു. വാർത്തയറിഞ്ഞ് വീട്ടിലെത്തിയ മുത്തശ്ശിക്ക് കൊച്ചുമകന്റേത് സ്വാഭാവിക മരണമാണോ അതോ കൊലപാതകമാണോ എന്നതിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. അതിനുള്ള പ്രധാന കാരണം ഇതൊക്കെയായിരുന്നു. ലജ്പത് നഗറിലെ വീട്ടിൽ ആ മുത്തശ്ശി കണ്ടത് ഞെട്ടിക്കുന്ന ചില കാഴ്ചകളായിരുന്നു. മരിച്ച അർണവിന്റെ മൃതദേഹം ആ പിതാവും രണ്ടാനമ്മയും ചേർന്ന് വീട്ടിലെ വരാന്തയിൽ വച്ചിരിക്കുകയായിരുന്നു. കുട്ടിയുടെ ശരീരത്തിലാകട്ടെ നിരവധി മുറിവുകളും നീല നിറത്തിലുള്ള ചതവുകളും ഉണ്ടായിരുന്നു. ഇത് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ സൂചനയാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. കുട്ടിയുടെ കാലുകളിലാകട്ടെ പൊള്ളലേറ്റതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. കൊച്ചുമകൻ രണ്ടാനമ്മയിൽ നിന്നും പിതാവിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന മർദ്ദനങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടായിരുന്ന ആ മുത്തശ്ശിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ അതൊരു കൊലപാതകമായിരിക്കാമെന്ന സംശയമുണ്ടായി. പിന്നീട് അവർ ഒട്ടും താമസിപ്പിച്ചില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൌക്ക് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. അന്വേഷണത്തിൽ അർണവിന്റേത് കൊലപാതകമെന്ന് തന്നെ മനസ്സിലാക്കിയ പോലീസ് ഭീഷ്മയെയും രാഗിണിയെയും സമീപത്തെ നെഹ്റു യുവ കേന്ദ്രത്തിനടുത്തു നിന്നും പിടികൂടി. പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ആ കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായത്. സ്വത്തിനോടുള്ള അത്യാഗ്രഹമാണ് ആ രണ്ടാനമ്മയെയും പിതാവിനെയും കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. അർണവ് ജീവിച്ചിരുന്നാൽ തങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന സ്വത്തുക്കളൊക്കെ ചിലപ്പോൾ ആ കുട്ടിക്ക് ലഭിച്ചേക്കാമെന്ന ഭയം ഇരുവർക്കുമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ തന്നെ അവനെ കത്തികൊണ്ട് കുത്തിയും വടികൊണ്ട് അടിച്ചുമൊക്കെ ക്രൂരമായി മുറിവേൽപ്പിച്ചു, പൊള്ളിച്ചു. ആ ആക്രമണത്തിനൊടുവിൽ ആരും രക്ഷപ്പെടുത്താനില്ലാതെ അവൻ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. സംഭവസ്ഥലത്ത് നിന്നും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന നിരവധി വസ്തുക്കൾ പോലീസ് സംഘം കണ്ടെടുക്കുകയും ചെയ്തു. അതിൽ ചൂൽ, വൈപ്പർ, അടുക്കള കത്തി, സ്കെയിൽ, ബെൽറ്റ്, കയർ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. അറസ്റ്റിലായ ദമ്പതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണെന്നും കൂടുതൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കാലടി മഞ്ഞപ്രയിൽ ഒരാളെ വെടിവെച്ച് കൊന്നു. മഞ്ഞപ്ര സ്വദേശി ജോസ് ആണ് കൊല്ലപ്പെട്ടത്. പോളി എന്ന ആളാണ് ജോസിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.